അവളെ തേടുന്നവർ അത് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചോ. കുറച്ച് എല്ലാവരും ഒന്നേറ്റ് പറഞ്ഞുകൊണ്ട്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിക്കൽ കാത്തുനിൽപ്പുണ്ട്. അതെല്ലാവരും ഏറ്റു പറഞ്ഞേ, സഹായം ദൈവത്തിൽ നിന്ന്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിക്കൽ കാത്തു നിൽപ്പുണ്ട്. ഓഡിയോ നോക്കിക്കോട്ടെ. ഓഡിയോ ഒരു അത്ര വലിയൊരു മതിപ്പോട് കൂടി അല്ലല്ലോ അവളുടെ കാര്യത്തെക്കുറിച്ച് പറയണേ. ഒരാകാംക്ഷയും തീഷ്ണതയൊന്നും കാണണില്ലല്ലോ. പ്രഭാതത്തിൽ അവളെ കാണണ്ടേ? വെളുപ്പിന് എണിക്കുന്ന കാര്യം ഓർത്തിട്ടാണോ? ഒന്നുകൂടി ദാഹത്തോടൊന്ന് പറഞ്ഞേ, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിക്കൽ തന്നെ കാത്തുനിൽപ്പുണ്ട്. അവളിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നതാണ്, അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിന്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. ഇപ്പൊ പലരുടെയും നമ്മളുടെ കുടുംബത്തിലെയും എല്ലാം പ്രശ്നങ്ങൾ എന്താ? സാമ്പത്തിക പ്രശ്നമുണ്ട്, കടബാധ്യതകളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു വിധത്തിൽ കാരണം നമ്മൾ ചില സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കർത്താവിനോട് ചോദിക്കാതെ, ജ്ഞാനം ചോദിക്കാതെ ചെയ്തതായിരിക്കാം കാരണം. അപ്പോൾ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുമ്പോൾ ഇവയെല്ലാം വിജയകരമായിട്ട് നടക്കും. വീണ്ടും എൻ്റെ ജോലി ബിസിനസ് കാര്യത്തിലുണ്ടായ ഒരു സംഭവം പറയാം. എനിക്ക് ഒരുപാട് ഇങ്ങനെ ഐഡിയകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വലിയ വലിയ ജോലികളൊക്കെ അങ്ങ് ഏറ്റെടുത്ത്, ജോലി ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ അതനുസരിച്ചുള്ള പൈസ എല്ലായിടത്തും കിട്ടിയിരുന്നില്ല. അതൊക്കെ കാരണം ഒരുപാട് സാമ്പത്തിക കടബാധ്യതകളൊക്കെ ആയി. വളരെ കാലം മുമ്പാണ്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ജ്ഞാനമല്ലേ. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭം നഷ്ടം എന്നാണ് പേര്. അപ്പോൾ കുറേ നാൾ നഷ്ടമാവും, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ലാഭമാവും. അപ്പോൾ ഇതൊക്കെ ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യയ്ക്ക് അതൊന്നും ശരി, കാണുമ്പോൾ കിട്ടണേ നല്ലതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ കോൺട്രാക്റ്റ്, ഒരു വലിയ ബിസിനസ് ഡീൽ ഇവിടെ മൈസൂരിൽ പോകുന്ന വഴിക്ക് നഞ്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നെസ്ലെ എന്ന് പറഞ്ഞിട്ട് നെസ്കോഫിയുടെ വലിയൊരു ഫാക്ടറി ഉണ്ട്. നമ്മൾ ഈ കാപ്പി കുടിക്കണ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കില്ല ഈ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇത്രയും കൂറ്റൻ ഒരു ഫാക്ടറിയിലാണ് ഇത് ഉണ്ടാക്കണത്. അത്ഭുതപ്പെടും. ഒരു 12 നില കെട്ടിടമാണ് അതിൻ്റെ ആ ബിൽഡിംഗ്. 12 നില ഉയരമുള്ള കെട്ടിടം. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു 10 നില ഉയരത്തിൽ ഒരു ഫ്ലാസ്കാണ്. ഒരു ഫ്ലാസ്ക് 10 നില വലിപ്പത്തിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഫ്ലാസ്കാണ്. അതിൻ്റെ അകത്താണ് ഈ കാപ്പി പൊടിയുടെ ഡിക്കാക്ഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്യും മുകളിൽ നിന്ന്. അത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നപ്പോൾ ഇവിടെ നിന്ന് താഴെ നിന്ന് ചൂടുള്ള വാതകവും പോയിട്ട് അതിനെ പല പ്രോസസ്സിലും അതങ്ങനെ പൊടിയായിട്ട് വരും. വളരെ വലിയ കമ്പനിക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെറിയ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കമ്പനിയുടെ ആ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു മെഷീൻ കയറ്റി വയ്ക്കണം. ആ മെഷീൻ കയറ്റാൻ
സാധാരണഗതിയിൽ വലിയ ക്രെയിൻ ഉണ്ടെങ്കിൽ പൊക്കി വയ്ക്കാം. അപ്പോൾ സായിപ്പ് അതേ അറിയുള്ളൂ. സായിപ്പ് പറഞ്ഞു ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത്രയും വലിയൊരു മെഷീൻ കയറ്റി വയ്ക്കാൻ കഴിവുള്ള ആളുകളെ സമീപിക്കണം കോൺട്രാക്റ്റിന് വേണ്ടി. പക്ഷേ പറഞ്ഞ മാതിരി അതിന് മുമ്പേ അവരൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണിത് ചെയ്യാൻ പോണെന്ന് പാസ്സായാൽ കോൺട്രാക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിന് ഇവിടെ വന്നു. ഈ ഇൻ്റർവ്യൂവിൻ്റെ നേരത്ത് ആദ്യം പുള്ളി ചോദിക്കുകയാണ്, ഡു യു ഹാവ് എ ക്രെയിൻ? നിന്റെ കയ്യിൽ ഇത്രയും ഉയരത്തിലുള്ള ക്രെയിൻ ഉണ്ടോ? എന്ത് സംഭവിച്ചു? അത് ഡിസ്കണക്ട് ചെയ്താലോ? അതെ, നിന്റെ കയ്യിൽ ഡു യു ഹാവ് എ ക്രെയിൻ? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ക്രെയിൻ ഇല്ല. പക്ഷെ ക്രെയിൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. അതൊന്നും അയാൾ കേൾക്കണില്ല. ഇയാൾ പറയാണ്, ഗെറ്റ് ഔട്ട്, എനിക്ക് നിന്നോട് സംസാരിക്കേ വേണ്ട. ഷോ, ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയിൽ നിന്ന് ഇതിന് വേണ്ടി വന്നതല്ലേ, എനിക്ക് പറയാനുള്ള ഐഡിയ ഒന്ന് കേക്ക്. നോ, ഗെറ്റ് ഔട്ട്. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ക്രെയിൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇയാളെ ഇനി പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ ഒരു നിമിഷ നേരം കൊണ്ട് ശക്തമായിട്ട് കർത്താവിനെ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ. പരിശുദ്ധാത്മാവ് ഒരു ഐഡിയ എൻ്റെ അകത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇയാളോട് പറഞ്ഞു, ഒരു സെൻറ്റൻസും കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തായോ. ഗിവ് മീ ടൈം ടു സ്പീക്ക് വൺ സെൻറ്റൻസ്. ഈ ഒറ്റ സെൻറ്റൻസിൽ ഞാൻ നേടണം, കോൺട്രാക്റ്റ് നേടണം. ഒറ്റ സെൻറ്റൻസ്. അയാൾ ഒരു സെൻറ്റൻസ് പോലും പറയാൻ അനുവദിക്കണില്ല. ഞാൻ ഡിസ്കാർഡ് ചെയ്തു. ഗെറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞു, പ്ലീസ് അലൗ മീ ടു സ്പീക്ക് വൺ മോർ സെൻറ്റൻസ്. ഈ ഒറ്റ സെൻറ്റൻസിൽ ഞാൻ ഇയാളെ കൺവിൻസും ചെയ്യണം, ഇയാളെ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രധാനമായിട്ട് ഇയാളുടെ പാശ്ചാത്യ ചിന്താഗതി ഇതെല്ലാം വലിയ ക്രെയിനിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ഇന്ത്യൻ ചിന്താഗതിയിൽ ഇതിന് വേറെ ഓൾട്ടർനേറ്റീവുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ആ രീതിയിൽ ചിന്തിക്കില്ല. അപ്പൊ സായിപ്പ് കലറാണ്, ഭയങ്കര മനുഷ്യനാ, വലിയ ആൾ. ഇയാൾ ഞാനിങ്ങനെ നോക്കണ ഇയാൾ കാണില്ല. അപ്പോൾ ഇയാള് എന്നെ അങ്ങ് ആക്ഷേപിച്ച് പുറത്താക്കുമ്പോൾ ഞാൻ പറയാണ്, അലൗ മീ ടു സ്പീക്ക് വൺ സെൻറ്റൻസ് പ്ലീസ്. അവസാനം ഇയാൾ പറഞ്ഞു, യെസ് സ്പീക്ക്. ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം അവിടെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഒറ്റ സെൻറ്റൻസ് കൊണ്ട് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കണം, കോൺട്രാക്റ്റ് നേടണം. ഇതാണ് ഞാൻ പറയാണ് വി ഇന്ത്യൻസ് മേഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ. മനസ്സിലായോ എന്താ പറഞ്ഞത്? മനസ്സിലായില്ല അല്ലേ? ഞങ്ങള് ഇന്ത്യക്കാര് താജ്മഹൽ ഉണ്ടാക്കിയത് ക്രെയിൻ കൊണ്ടല്ല. ഇയാളാകെ മലയാളത്തിൽ കണ്ണു തള്ളിപ്പോയി എന്ന് പറയൂല. ഞാനത് പറയാറില്ല, എന്നാലും പിന്നെ അത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇയാൾ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ടിങ്ങനെ എന്നെ നോക്കുകയാണ്. പക്ഷേ അയാൾക്ക് ഭയങ്കര ഒരു നേരിയ പുഞ്ചിരിയും വരുന്നുണ്ട്. അതായത് എന്നിട്ട് എന്നോട് പറഞ്ഞ് സിറ്റ് ഡൗൺ പ്ലീസ്. അതോടെ അയാൾ കീഴടക്കപ്പെട്ടു. ഒറ്റ സെൻറ്റൻസ്. നമ്മൾ ഇന്ത്യക്കാര് താജ്മഹൽ ഉണ്ടാക്കിയത് ക്രെയിൻ കൊണ്ടല്ല. എനിക്കതിനോട് എങ്ങനെയാണ് ആ ഒരു വാക്കെൻ്റെ അകത്ത് ആ സമയത്ത് വന്നത്? ആ ഒറ്റ സെൻറ്റൻസ് കൊണ്ട് പറയാനുള്ളതും പറഞ്ഞു, ജയിക്കാനുള്ളതും എല്ലാം ജയിച്ചു. ജ്ഞാനമാണ് അവിടെ പ്രവർത്തിച്ചത്. ഇനി ഇയാൾ ഉപയോഗിക്കുകയാണ്, എങ്ങനെയാ അപ്പം നീ എങ്ങനെയാ ക്രെയിൻ ഇല്ലാണ്ട് ഇത് ചെയ്യണേ? താജ്മഹലിൻ്റെ
മുകളിലുള്ള ഡൂം 20 ടൺ വലിപ്പമുള്ളതും ഒറ്റ കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അത് അന്ന് ക്രെയിൻ വല്ലതും ഉണ്ടോ? ക്രെയിനേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അത് തൂക്കി വെച്ചു? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സാഹിബിന് താജ്മഹൽ എളുപ്പം മനസ്സിലാവും. സാഹിബ് ചോദിച്ചു, എങ്ങനെ നീ ചെയ്യുന്നു പറയും. ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ ആകാംക്ഷയായി. പക്ഷെ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയണ ഐഡിയ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം, ആർക്കും ചെയ്യാം, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു, നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ അതിന് വേണമെങ്കിൽ നിനക്ക് എഴുതി തരാം. നിൻ്റെ ഐഡിയ വേറെ ആരോടും ഞാൻ പറയുകയുമില്ല, ആരും ആ ഐഡിയ വെച്ച് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്ത ഇയാൾക്ക് വലിയ സന്തോഷമായി. ഇയാൾ കൈ തന്നു. ഇയാൾ എന്നെ കെട്ടിപ്പിടിച്ച് ഷേക്കേണ്ടി വന്നിട്ട് അപ്പം തന്നെ പറയാണ്, കോൺട്രാക്ട് നിനക്കാണ്, സ്റ്റാർട്ട് ദ വർക്ക്. മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ചിരുന്ന തുകയേക്കാൾ കൂടുതൽ പൈസ ഞാൻ നിനക്ക് തരാം, കാരണം എനിക്ക് വലിയ ഇഷ്ടമായി നിന്നെ. ഇതുപോലെ ആരും ഒരു ഐഡിയ പറഞ്ഞിട്ടില്ല. ആ കോൺട്രാക്റ്റിലൂടെ എൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും നീങ്ങി, ധാരാളം പൈസ എനിക്ക് കിട്ടി. മാത്രമല്ല, ഞാൻ ആ എന്തോരം ബിസിനസ്, എന്തോരം കമ്പനികളുടെ ഡീൽ ചെയ്തിട്ട് ഒരു കമ്പനി ഇന്നേ വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നീ തന്നേക്കണ ബില്ല് കുറവാണ്, നീ നല്ല ജോലി ചെയ്തിരിക്കുന്നത് കൊണ്ട് നിനക്ക് കൂടുതൽ പൈസ കിട്ടാൻ നിനക്ക് അർഹതയുണ്ട്, അതുകൊണ്ട് നീ ഇത് മാറ്റി കൂട്ടി എഴുതിക്കൊണ്ട് വരാൻ. ഇത് നമ്മുടെ നാട്ടിലെവിടെയും കേട്ടിട്ടുണ്ടോ? സാധാരണ എത്ര കഷ്ടപ്പെട്ട് പണി ചെയ്താലും ബില്ല് കിട്ടിക്കഴിയുമ്പോൾ അതുമേ എങ്ങനെയെങ്കിലും കുറയ്ക്കാനാ എല്ലാവരും നോക്കാറില്ലേ? അത് കഴിഞ്ഞിട്ട് എത്ര നാൾ പുറകെ നടന്നാൽ അതിന് പൈസ കിട്ടുക. ഇവിടെ ഇയാൾ പറയാണ്, നീ നന്നായിട്ട് ജോലി ചെയ്തിരിക്കുന്നു, നിൻ്റെ നല്ല ഐഡിയ ആണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പൈസ തരണമെന്ന് ആഗ്രഹം, അതുകൊണ്ട് ഈ ബില്ല് മാറ്റി വേറെ ബില്ല് കൊണ്ടുവരും. അപ്പം നമ്മൾ സാമ്പത്തിക വിജയം ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രം പോരാ. കഠിനാധ്വാനം, ഹാർഡ് വർക്ക് ഈസ് റിക്വയർഡ്. കഠിനാധ്വാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലും ബിസിനസ്സിലും ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ബിസിനസ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ നടത്താൻ സാധിക്കുകയാണെങ്കിൽ. അപ്പോൾ ജ്ഞാനം ഇതെല്ലാം ഇപ്പോൾ വീണ്ടും ഈ ഭൗതികമായ മേഖലയിലാണ് ഞാൻ പോണത്, എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാൻ വന്നത് മുഴുവനും ആത്മീയ കാര്യമാണ്. എങ്കിലും ഇതിൽ നിന്ന് ഒരു സൂചന കിട്ടുന്നുണ്ടല്ലോ. ജ്ഞാനത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ പറ്റുമെന്നുള്ളത് ഇതെല്ലാ ദിവസവും ഞാൻ കാണുന്ന കാര്യം. എല്ലാ ദിവസവും, ആൾമോസ്റ്റ് എല്ലാ ദിവസവും കാണുകയാണ് ഞാൻ. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം ഒരു അത്ഭുതം നടത്തും. ഈ കഴിഞ്ഞ ബോംബെയിലെ ധ്യാനത്തിന് 1-2 പേരുടെ സാക്ഷ്യം. അവർ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിസ്മാറ്റിക്കിൽ നമ്മൾ കേരളത്തിലേക്കൊടൊപ്പം അല്ലെ അതിന് മുമ്പ് തന്നെ വന്നതാണ്. അവർ പറയാണ്, എന്തുകൊണ്ട് ഇത്രയും നാളും നമ്മൾ എന്തോരം ധ്യാനങ്ങളിൽ കേട്ടിട്ടും ആരും ഈ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, ജ്ഞാനത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഇനി നവീകരണത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രത്യേക ഉയർച്ച. അതിൻ്റെ ഒരു സൂചന ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഈ നവീകരണത്തിൻ്റെ ക്ലാസ്സുകളും ടോക്കുകളും പണ്ട് ഉണ്ടായപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് ചായ്വുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചില പ്രൊട്ടസ്റ്റന്റ് പുസ്തകങ്ങളും പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ്ങുകളും അവിടെ എങ്ങനെയാ ധ്യാനം നടത്തുന്നത് അതിൻ്റെ രൂപരേഖകളും നമ്മൾ അനുകരിച്ചിട്ടുണ്ടാകാം. അവരുടെ പുസ്തകത്തിൽ ജ്ഞാനം എന്ന് പറയുന്ന പുസ്തകമില്ല, അവരുടെ ബൈബിളിൽ ജ്ഞാനമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പ്രൊട്ടസ്റ്റന്റ് ബൈബിളും കത്തോലിക്ക ബൈബിളും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം.
ജ്ഞാനത്തിൻ്റെ പുസ്തകവും പ്രഭാഷണൻ്റെ പുസ്തകവും പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ഇല്ല. മനസ്സിലായോ? ആരും ഒന്നും പ്രതികരിക്കാത്ത എന്താ? അറ്റ്ലീസ്റ്റ് മനസ്സിലായി എന്നെങ്കിലും പറയേ. ചിലപ്പോൾ നിങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രൊട്ടസ്റ്റന്റുകാരനുമായിട്ട് നമ്മൾ തർക്കിക്കരുത്. അതും ജ്ഞാനമാണ്. നമ്മൾ തർക്കിച്ചാൽ എങ്ങും ചെന്ന് എത്തൂല. ആരുമായിട്ടും തർക്കിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താ പറയേണ്ടത്? സഹോദര, പ്രൊട്ടസ്റ്റന്റ് സഭയിൽ മാറ്റം വരുത്താൻ നിനക്ക് പറ്റുമോ? കത്തോലിക്ക സഭയിൽ മാറ്റം വരുത്താൻ എനിക്ക് പറ്റുമോ? നമുക്ക് രണ്ടുപേർക്കും ഇത് പറ്റൂല. പിന്നെ വെറുതെ എന്തിനാ അതിനെക്കുറിച്ച് തർക്കിക്കണേ? ഇല്ലേ? നമ്മൾ ആവശ്യമില്ലാണ്ട് പക്ഷേ എന്നിട്ട് ഞാൻ പറയുവേ, ഇത്രയും പറയും, ശരിയായിരിക്കാം, എൻ്റെ സഭയിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകാര്യമല്ലായിരിക്കാം, പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് മാറ്റാൻ പറ്റുമോ? ഇനി മാർപ്പാപ്പയ്ക്ക് വരെ ഇത് മാറ്റാൻ പറ്റുമോ? സഭയിൽ ഈശോ നൽകിയിരിക്കുന്ന പ്രബോധനങ്ങൾ ആർക്കും മാറ്റാൻ പറ്റില്ല. അവരോടും പറയും, നിങ്ങളുടെ സഭയുടെ ഡോക്ട്രിൻ, അതിൻ്റെ സിദ്ധാന്തത്തിൻ്റെ മൂലം നിങ്ങളുടെ സഭയിൽ ആർക്കും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതും പറഞ്ഞ് വഴക്കടിച്ചിട്ടോ ആർഗ്യുമെൻ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. പക്ഷെ എന്നിട്ട് ഞാൻ പറയും, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ബൈബിളും ഞങ്ങളുടെ ബൈബിളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. അതിതാണ്, ഞങ്ങളുടെ ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്, നിങ്ങളുടെ ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകമില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ജ്ഞാനം കിട്ടായില്ലോ. ജ്ഞാനം എല്ലാവരിലും ജ്ഞാനസ്നാനത്തിലൂടെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഓക്കെ, ഇതെന്തിനിപ്പോൾ നമ്മൾ പറഞ്ഞത്? പ്രൊട്ടസ്റ്റന്റ് ബൈബിള്, പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ട് നമ്മൾ ആർഗ്യുമെന്റിലേക്ക് പോകരുത്, തർക്കത്തിലേക്ക് പോകരുത്. തർക്കത്തിന് പോകാണ്ട് ജ്ഞാനത്തിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയുന്ന ആശയം അവർക്ക് മനസ്സിലാകാം, തർക്കം ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ പ്രധാനമായി 4 തരത്തിൽ ജ്ഞാനം ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അത് ഇന്നലെ ഞാൻ ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞു. 6:11 പറയുന്നത് മനോഹരമായ ഒരാശയമാണ്. അത് മലയാളം ബൈബിളാണ്. അത് വായിക്കുമ്പോൾ എന്തോ ഒരു രസമാണത്. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ അത് പറയുകയാണ്, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഞാൻ പറയുമ്പോൾ നിങ്ങളിലൊന്നും ഒത്തിരി അങ്ങ് ഒച്ചത്തിൽ പറഞ്ഞാൽ എന്താ? ഒച്ചത്തിൽ പറഞ്ഞേ. അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഇവിടെ ഫ്രണ്ടിൽ ഈ ചേട്ടൻ്റെ ഒച്ചയും ഇവിടെ ഫ്രണ്ടിൽ ഈ ചേച്ചിയുടെ ഒച്ചയും ശരിക്കും കേൾക്കാം. വേറെ ആരുടെ ഒച്ചയും ഞാൻ കേൾക്കണില്ല. അവരൊച്ച കൂട്ടി പറയണുണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അവരുടെ ഒച്ചയിലും കൂടുതലൊന്ന് കേൾക്കാൻ പറ്റുമെന്നൊന്ന് നോക്കി ഒന്ന്. ഓക്കെ, എന്നെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചേ. എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ്. ഞാൻ വീണ്ടും പറയാം എന്തിനാണ് ഈ ഒച്ചയിൽ പറയാൻ പോണതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഏതാണ്? മറ്റൊരു കാര്യം, ഈ മലയാളം ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും ഹിന്ദി ബൈബിളും വായിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നല്ല ഒരു മനോഹാരിത ഉള്ളത് ഹിന്ദിയിൽ ചില ആശയങ്ങൾ, മലയാളത്തിൽ വേറെ തരത്തിൽ, ഹിന്ദിയിൽ 1-2 ആശയം ഞാൻ പറയാം. അതാണ് എന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാം നല്ലൊരാശയം. ഒന്നിതാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾക്കെല്ലാം
അറിയാവുന്ന വചനം, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, വേർഡ് വാസ് വിത്ത് ഗോഡ്, വേർഡ് വാസ് ഗോഡ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വചനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിഖിതമായ ഒരു വചനത്തെയാണ് നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്നത്. എന്നാൽ ഹിന്ദി ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത് ആദിമേം शब्द था, आदिमें शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था, सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना, उसमें जीवन था, उस जीवन संसार का ज्योति था, उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ആദിമേം ശബ്ദത, അതെന്താ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? നമുക്ക് മനസ്സിലായല്ലോ ഹിന്ദി. അപ്പോ ഈ വചനം എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്? ഈ ലിഖിത രൂപത്തിൽ അല്ല. അതാണ് ബൈബിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ഈ ബൈബിൾ സഭ ആരംഭിച്ച് 400-ാം ആണ്ടിൽ, അതായത് 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ രൂപത്തിൽ ബൈബിൾ ഉണ്ടായത്. 4-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 397-400 വർഷം. തിയോളജി പഠിച്ച ആളുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയണത് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ അതുവരെ എങ്ങനെയാണ് സഭയിൽ കാര്യങ്ങൾ നടന്നിരുന്നത്? ഈ മത്തായി, മർക്കോസ്, ലൂക്കും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളും എല്ലാം എഴുതപ്പെട്ടു എങ്കിലും അതൊന്നും ഒരു പരസ്യമായി അങ്ങ് കൊടുത്തിട്ടുണ്ടായില്ല. മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാനൊക്കെ എഴുതപ്പെട്ടത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ്, ഒരു 80-90 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പൊ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണം കഴിഞ്ഞ് പന്തക്കുസ്ത കഴിഞ്ഞ് 30-35 AD എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളെല്ലാം എങ്ങനെയാണ് സഭ നീങ്ങിയത്? അന്ന് ഒരു പുസ്തകവുമില്ല, സുവിശേഷവുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഓറൽ ട്രഡീഷൻ എന്ന് പറയും. അതായത് യേശു മുഖാമുഖം അപ്പസ്തോലന്മാരോട് പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് ഞാൻ കൊന്തയെല്ലുമയൊക്കെ ചിന്തിക്കാറുള്ള വലിയൊരു സംഭവം ഇതാണ്. 40-ാം ദിവസം സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, നമ്മളങ്ങ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അല്ലേ. 3-ാം ദിവസം എഴുന്നേറ്റു, 40-ാം ദിവസം അവൻ സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടു. ധ്യാനിക്കുക. എന്താ ധ്യാനിക്കണേ? എന്നിട്ട് ഉടനെ നമ്മൾ എന്ന് ധ്യാനിച്ചു. എന്താ ധ്യാനിക്കേണ്ടത്? ധ്യാനിക്കുമ്പോഴും മനസ്സിലാവുന്നത് കുറച്ചു നേരം അവിടെ ഒന്ന് ചൊല്ലിട്ട് നിൽക്ക്. കർത്താവ് 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ്, 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധ അമ്മയോടും അപ്പസ്തോലന്മാരോടും കൂടെ തിന്നും ഉറങ്ങിയും ജീവിച്ച് സംസാരിച്ച് വചനം പ്രഘോഷിച്ച് പലർക്കും കണ്ടു. അതിനെക്കുറിച്ച് എവിടെ എഴുതിയേക്കണത്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഇത് കുറച്ചു ദിവസം മുമ്പ് ഈ കർത്താവിനെയാണ് ആ പീഡാനുഭവത്തിലൂടെ വലിച്ചരച്ച് കൊണ്ടുപോയി അടിച്ച് ചതച്ച് കൊന്നത്. ആ കർത്താവ് അവരുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നടക്കണം. ഇതൊക്കെ ഇതിനകത്തോലെ എഴുതിയിട്ടുണ്ടോ? അതിന്റെ വിശദ വിവരമല്ല എഴുതിയിട്ടുണ്ടോ? ഒരു ദിവസത്തെ മാത്രം, ആദ്യത്തെ 1-2 ദിവസം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ 40 ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റ്. ഇത് വിചിന്തനം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ ദൈവമേ, എന്തോ ഒരു മഹത്വത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എഴുതാപ്പുറം വായിക്കാൻ പഠിക്കണം. നീ എഴുതാപ്പുറം വായിക്കണം. ബൈബിളിൽ എഴുതാപ്പുറം ഒരുപാടുണ്ട്. അപ്പം അവരെങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചത്? പുസ്തകം അനുസരിച്ചിട്ടല്ല.
മുഖാമുഖം ഓറൽ ട്രഡീഷൻ, വചനം അവർക്ക് കർത്താവ് നൽകിയിരുന്നത് അവരുടെ ഹൃദയത്തിൽ. വേറെ ഒന്ന് ചിന്തിക്കാറുണ്ട്, എല്ലാ മതസ്ഥാപകരും പുസ്തകം എഴുതിയിട്ടുണ്ട് പല മതങ്ങളിലും ഇല്ലേ. പക്ഷേ നമ്മുടെ മതത്തിൽ മാത്രം നമ്മുടെ മതസ്ഥാപകൻ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. കർത്താവ് ഈശോ മിശിഹ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എന്താ, എന്തുകൊണ്ട് എഴുതിയില്ല? അതിന് നിങ്ങളൊരു ഉത്തരം പറഞ്ഞ്. എന്തുകൊണ്ട് യേശു ഒന്നും എഴുതിയില്ല? അതെ, അതിനെ കുറച്ചും കൂടി ക്ലിയർ ആക്കിയാൽ, കുറച്ചും കൂടി നിങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞോ. ഇത് നമ്മൾ ഇത്രയും പേരത്തെ ആളല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉത്തരം? വേറെ എന്തെങ്കിലും? വെരി ഗുഡ്. അത് വാസ്തവ. അതൊന്ന് കൈയടിച്ചേ കേട്ടോ. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ളൊരാശയമാണ്. പക്ഷേ അത് മുഴുവനും ആകണമെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ അതിനെ ചിന്തിക്കണം. യേശു അവതീർണ വചനമാണ്. എന്താണ്? ആരാണ് യേശു? അവതീർണ വചനം. അതായത് വചനം മാംസമായതാണ്. അതായത് യേശു തന്നെയാണ് പുസ്തകം. പുസ്തകം ആരാണ്? യേശു. കാരണം യേശു ആരാ? വചനം മാംസമായ ഒരു മനുഷ്യ വ്യക്തിയാണ് യേശു. മനസ്സിലാവുന്നുണ്ടോ? ആദിമേം ശബ്ദ, ശബ്ദ്, വെള്ളം വെള്ളം, ശബ്ദ് ഈശ്വരീ ഥ. കണ്ടോ? ശബ്ദം ആരായിരുന്നു എന്ന്? ശബ്ദം ഈശ്വരനാണ്, ശബ്ദം ദൈവമാണെന്ന്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബൈബിളിനെ തന്നെ മനസ്സിലാക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടില്ല. സോറി, ഇത് മാറ്റി കളഞ്ഞിട്ട് ചൂടുകൊള്ളും. അതോടൊപ്പം ആദിമേം ശബ്ദത. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ആശയം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കൊന്ന് ഇരിക്കപ്പോറുണ്ടായില്ല. ഞാൻ ഉടനെ മനസ്സിലാക്കി, ഈ വചനം ഇങ്ങനെ നോക്കി വായിച്ചാൽ മാത്രം പോരാ, വചനം നോക്കി വായിക്കുമ്പോൾ അത് ശബ്ദമാകണം. അപ്പൊ അന്ന് ഉത്തരേന്ത്യയിൽ ഞാൻ അവിടെ ഒരു ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ പോകും. പക്ഷെ ഞാൻ താമസിക്കുന്നതൊക്കെ പള്ളിയിലെ അച്ഛൻ്റെ മേടയിലാണ്. എനിക്കവിടെ നല്ല ക്വാർട്ടേഴ്സും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ തന്നെ കിടപ്പും പാർട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ ഉച്ചയിലിങ്ങനെ വായിക്കാൻ തുടങ്ങും. ഉച്ചത്തിലിങ്ങനെ വായിക്കും. ഞാൻ വായിക്കുന്നത് എന്തുകൊണ്ടാ? അതിൻ്റെ അടുത്ത പോയിന്റ് റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പൗലോസ്ലീഹ 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനെയാണത്: വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവി. പക്ഷെ ഹിന്ദി ബൈബിളിൽ പറയുന്നത്, ഇപ്പൊ ഇത് തന്നിട്ട് ഹിന്ദി ബൈബിളിൽ പറയുന്നത് മതി. സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ എന്ന് പറഞ്ഞ എല്ലാവരും, സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. ഇത് മലയാളത്തിലും മനസ്സിലാവില്ലേ? ഉത്പന്ന ഹോത്താ ഹൈ എന്ന് പറഞ്ഞാൽ, സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ, സുനना चाहिए പ്രഭു का वचन, ഈശോ വചൻ, ഈശ്വർ. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ആലോചിച്ച് ദൈവമേൻ്റെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ, വിശ്വാസ വളർച്ച എന്നുള്ള ആ ആശയത്തിൽ ചിന്തിക്കുമ്പോൾ എക്സാക്ട് ഇതേ ആശയമായിരുന്നു 23 വർഷം മുമ്പ്. ഈ ഒറ്റ ആശയം തന്നെയാണ്, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. സുनने से विश्वास उत्पन्न होता है. क्या सुनना चाहिए? ഈശോ വചൻ. ആദ്യമേ ശബ്ദ. ഞാൻ ഓടിപ്പോയി ഒരു ടേപ്പ് റെക്കോർഡർ കടയിൽ പോയിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ ടേപ്പ് റെക്കോർഡർ വേണം,
ഞാൻ തന്നെ അതിൽ വചനം റെക്കോർഡ് ചെയ്ത് കേൾക്കണം. അപ്പം അന്ന് ഞാൻ ടേപ്പ് റെക്കോർഡർ മേടിച്ചു. ചെറിയ ടേപ്പ് റെക്കോർഡർ, നമ്മൾ പണ്ട് വാക്ക്മാൻ എന്നൊക്കെ പറയുമായിരുന്നു. നിങ്ങൾ ജനിച്ചിട്ടില്ല അന്ന്. ഇപ്പോൾ വാക്ക്മാനൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ടേപ്പ് റെക്കോർഡർ മേടിച്ചിട്ട് ഇതിനകത്ത് വചനത്തിൻ്റെ ടേപ്പ് അന്വേഷിച്ചിരുന്നിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിനകത്ത് റെക്കോർഡ് ചെയ്ത്, ആദ്യം റെക്കോർഡ് ചെയ്ത് എബ്രായർ 11 വിശ്വാസത്തെക്കുറിച്ചുള്ളത്. എന്നിട്ട് ഇത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഞാൻ ജോലിക്ക് സ്ഥലങ്ങളിൽ പോകുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ഈവൻ രാത്രി കിടക്കുമ്പോഴും ഇത് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്നു രാത്രിയിലും എൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ എൻ്റെ ചെവിയിലൂടെ ഈ വചനം കേൾക്കണ്ടാവും ആത്മാവ്. അതുകൊണ്ടല്ലേ നമ്മൾ അലാം അടിക്കുമ്പോൾ ഉണരണത്. നമ്മൾ അലാം അടിക്കുമ്പോൾ നമ്മളുടെ ചെവിയിലൂടെ ആ ശബ്ദം വന്ന് നമ്മൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. എന്തിനാ? നമ്മൾ ഉണർത്താൻ, ഇല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ ഉണരും, നമ്മൾ ഉറങ്ങുമ്പോഴും കേൾക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അലാം എന്ന് പറയുന്നത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ ഡിസ്റ്റർബ് ചെയ്യണം, ഞാൻ ഉണരണം കൃത്യം ഇന്ന സമയത്ത്. അങ്ങനെ ഈ രാത്രിയിലെല്ലാം വചനം ഇങ്ങനെ ഒരു മീഡിയം വോയിസിൽ, ഇത് ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയുമില്ല എന്ന വചനം, ഞാൻ അതൊക്കെ ശരിക്കും വിശ്വസിച്ചിരുന്നു. ഇന്ന് ഈ വചനമെല്ലാം എൻ്റെ ഹൃദയത്തിൽ ബൈഹാർട്ടാണ്. ഇപ്പോൾ 5 ദിവസമല്ല, 9 ദിവസമല്ല, 10 ദിവസവും ധ്യാനിപ്പിക്കുമ്പോഴും ഞാനൊരു കടലാസിൽ നോട്ട് എഴുതിയിട്ടല്ല ധ്യാനിപ്പിക്കണം. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ് വചനം. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഈ ആശയം, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ ഉച്ചത്തിൽ വായിക്കുന്ന കണ്ടിട്ട് കേട്ടിട്ട് ഈ അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ സാറേ, മനുഷ്യന്മാർക്ക് കിടക്കാൻ സമ്മതിക്കാനില്ല, ഉറങ്ങാൻ സമ്മതിക്കാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം സോറി, എനിക്കതൊന്നും അങ്ങനെ ശ്രദ്ധ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അച്ഛൻ വീണ്ടും, ഞാൻ പിന്നെ ആദ്യം ഒച്ചയിൽ, അപ്പോൾ പറഞ്ഞു, അല്ല എന്തിനാ നീ ഒച്ചയിൽ വായിക്കണേ? അത് ഞാൻ പറയാം. അപ്പോൾ ഹിന്ദി, അച്ഛൻ മലയാളിയാണ്, എന്നാലും ഹിന്ദി നന്നായിട്ട് അറിയാൻ. സുनने से विश्वास उत्पन्न होता है, आदि में शब्द था. അച്ഛൻ ഭയങ്കര കൗതുകമായി. ഞാൻ പറഞ്ഞു, ഈ ആദിയിലുണ്ടായ ആ വചനം ശബ്ദമായിട്ടായിരുന്നു. ഇങ്ങനെ ആരും എഴുതിയല്ല തന്നത്, ഇങ്ങനെ വായിക്കാനല്ല തന്നത്. ആ ശബ്ദം പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. അത് ഇന്ന് എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ കാതിലൂടെ കടന്നാലേ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും എനിക്ക് പ്രകാശം കിട്ടും. അതിനാണ് ഞാൻ ഈ ശബ്ദം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുന്നേസേ ഉത്പന്നവത്തായി, കേൾക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പ്രഘോഷിക്കണം. ഇപ്പൊ നമ്മളിവിടെ പ്രഘോഷിക്കല്ലേ, പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് നമ്മൾ ശ്രവിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ കണ്ണിൽ വായിക്കുമ്പോൾ, വായനയിലൂടെ ഇത് കണ്ണുകളിലൂടെ വന്ന് ഇത് അധരത്തിലൂടെ പുറത്തു വന്ന് അത് ഓഡിയോ സിഗ്നൽസായി, അത് ശബ്ദമായി. ആ ശബ്ദം കാതുകളിലൂടെ അകത്ത് കയറുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ അതിങ്ങനെ എംബറ്റ് ചെയ്യും, അതിങ്ങനെ ആലേഖനം ചെയ്യപ്പെടും. അങ്ങനെയാണ് ഞാൻ വിശ്വാസം വളർത്തുന്നതിന്. അതുപോലെ അപ്പോൾ ഞാനിത് ഈ ടേപ്പ് റെക്കോർഡർ കൊണ്ട് നടക്കുന്നത്, കേൾക്കണതിൻ്റെ ഇത് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവർ പറയും, എന്നാൽ എനിക്കും അങ്ങനെ ഒരു ടേപ്പ് തരാമോ? തരാം. പിന്നെ ഞാൻ ആലോചിച്ചു, എടാ ഇത് നല്ല പണിയാണല്ലോ. സുവിശേഷ വേല ആരംഭിച്ചു, ഉടനെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു സംവിധാനം വാങ്ങിച്ചു. രാത്രിയൊക്കെ ഇരുന്ന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പകൽ ആളുകൾക്ക് കൊടുക്കും. എന്നും ഭാര്യ പറയും, നിങ്ങളൊന്നും
ഉറങ്ങ്. ഞാൻ പറഞ്ഞു ഇത് നാളെ കൊടുക്കേണ്ടതാണ്, ഒരാത്മാവിൻ്റെ കാര്യമാണ്, അവൻ ഭയങ്കര ആഗ്രഹിച്ച് ചോദിച്ച കാര്യമല്ലേ. അങ്ങനെ അപ്പോൾ വേറെ ഒരു സംവിധാനമില്ല ഇത് കിട്ടാനായിട്ട്, ഒരു കടയിലും കിട്ടൂല അന്ന്. ഇന്ന് ഇതൊക്കെ ഇഷ്ടം പോലെ ആയി. അങ്ങനെ രാത്രി ഇരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പിറ്റേ ദിവസം കൊണ്ടുവന്ന് കൊടുക്കുന്ന കേക്ക് സാധനം അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ ആ ശുശ്രൂഷ വളർന്ന് ഇപ്പം നോക്കി റെക്കോർഡിങ്, ഓഡിയോ, വീഡിയോ നമ്മുടെ കൂടെ. ഇന്ന് ഈ ധ്യാനത്തിൻ്റെ CD, ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ ടോക്കും ഒരു CD-യിലാക്കിയിട്ട് അവസാന ദിവസം ഒറ്റ CD-യിൽ MP3-യിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കേൾക്കാം, തുടർന്ന് കേൾക്കാം. ഇതെല്ലാം ഈ സങ്കീർത്തനങ്ങളെല്ലാം CD-യിലുണ്ട്. അങ്ങനെയാണ് ഈ ധ്യാന സമയത്തെല്ലാം ഉച്ചത്തിൽ ഇത് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ കാതുകളിലൂടെ തന്നെ നമ്മുടെ ശബ്ദം കയറി നമ്മുടെ ആത്മാവിൽ എഴുതപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നതിൻ്റെ എന്താണ് ഐഡിയ. നമ്മൾ കുട്ടികളെയും ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. വീട്ടിലും വചനം ഇങ്ങനെ ഒരു ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ വീട്ടിൽ വചനത്തിൻ്റെ ഒരു ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് സാവധാനം വചനം പഠിക്കും, വചനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? എൻ്റെ വചനത്തിൽ നിങ്ങൾ അഭിലാഷം അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞ എല്ലാവരും ഇനി എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ. ശരിയായില്ല. കരമുയർത്തി എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, എൻ്റെ വചനങ്ങളിൽ. ഒപ്പം പറയും, ഞാൻ പറഞ്ഞിട്ട് പറയാവൂ. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എനിക്ക് സന്തോഷമായി. ഇങ്ങനെ പറയണം.